തൗഫീഖ് അസ്ലം കൗണ്ടിംഗ് സ്റ്റേഷനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തൗഫീഖ്, 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങിയാൽ എത്ര മണിയോടുകൂടി ഡൽഹിയുടെ ചിത്രം എന്താണെന്ന് നമുക്കറിയാൻ കഴിയും? ഡൽഹി 70 മണ്ഡലങ്ങളിൽ മാത്രമേ ഉള്ളൂ. വളരെ വേഗത്തിൽ ഒരു പൊതുചിത്രം കിട്ടുമോ? അനുഷാദ്, തീർച്ചയായും 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:15 നമുക്ക് ആദ്യ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും ആദ്യം എണ്ണുക, അതിനുശേഷമായിരിക്കും EVM മെഷീനുകൾ എണ്ണി തുടങ്ങുക. 11 കൗണ്ടിംഗ് സ്റ്റേഷനുകളാണ് ഡൽഹിയിലെ 70 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണാനായിട്ട് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനുള്ളത് 3-ാം നമ്പർ കൗണ്ടിംഗ് സ്റ്റേഷനിലാണ്. ഈ കൗണ്ടിംഗ് സ്റ്റേഷനിൽ 7 മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. ഡൽഹി ക്യാൻറ്റ്, ന്യൂഡൽഹി, അതോടൊപ്പം തന്നെ പട്ടേൽ നഗർ, രാജേന്ദ്ര നഗർ, RK പുരം, ഗ്രേറ്റർ കൈലാഷ് തുടങ്ങി 6 മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് ഇവിടെ എണ്ണുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിലെയാണ്. ന്യൂഡൽഹി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ഈ കൗണ്ടിംഗ് സ്റ്റേഷനിലാണ് നടക്കുന്നത്. അതുകൊണ്ട് വലിയ ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും EVM മെഷീൻ, പോസ്റ്റൽ ബാലറ്റുകളിന് ശേഷമായിരിക്കും EVM മെഷീനിലേക്ക് കടക്കുക. നിലവിൽ ഇവിടെ പോളിംഗ് ഓഫീസേഴ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ് എന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റു കൗണ്ടിംഗ് സ്റ്റേഷനുകളിലും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാം സജ്ജീകരിക്കുകയും അതെല്ലാം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകരാരും ഇതേ സമയം ഇവിടേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ 8 മണിക്ക് ശേഷം കൗണ്ടിംഗ് സ്റ്റേഷന് പുറത്തായിട്ട് BJPയുടെയും ആം ആദ്മിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും എല്ലാം പ്രവർത്തകർ എത്തിത്തുടങ്ങും. നിലവിൽ ഈ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് അവർക്കാർക്കും പ്രവേശനമില്ല. പുറത്ത് പോലീസ് ബാരിക്കേഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കാനായിട്ടാണ് പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്ന സമയം ആർക്കാണ് ആദ്യ ലീഡ് എന്നതിനനുസരിച്ചായിരിക്കും ഡൽഹിയിലെ ഫലം മുന്നോട്ട് പോവുക. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം 12 എക്സിറ്റ് പോൾ ഫലങ്ങളിലും 10 എണ്ണം BJPക്ക് അനുകൂലമായിട്ടാണ് പ്രവചനം നടത്തിയത്. അതുകൊണ്ട് ഒരു ഭരണം അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വീണ്ടും ഡൽഹിയിൽ ഭരണത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം BJPയെ ഡൽഹിയിൽ ഭരണത്തിലേക്ക് വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് BJP നയിക്കുന്നത്. കാരണം അവർക്ക് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ കോൺഫിഡൻസ് ഇത്തവണ ഉണ്ട്. കൗണ്ടിംഗ് സ്റ്റേഷന് മുമ്പിൽ നിന്നുള്ള വിവരങ്ങളാണ് തൗഫീഖ്.